പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുകയാണ്. ഇറാനിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ ഗൾഫ് മേഖലയിൽ നിന്ന് അമേരിക്ക ഒഴിഞ്ഞില്ല എങ്കിൽ ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ നിലപാട്. ഇറാനുമായി ഒരു കരാറിനുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റും വ്യക്തമാക്കുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ജിജിൻ ജയ്പാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിജിൻ, സംഘർഷം കനക്കുകയാണ്. കഴിഞ്ഞ രാത്രിയോടുകൂടി പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെയും ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സംഘർഷം ഒരു വശത്ത്, മറുവശത്ത് ട്രംപിന്റെ നിലപാട് ഇപ്പോൾ ഹോർമൂസ് തുറക്കും, അതിനു വേണ്ടിയിട്ട് ലോകരാജ്യങ്ങളുടെ സഹായമൊക്കെ ട്രംപ് നേടിയിട്ടുണ്ട്. അതും ഇപ്പോൾ പ്രതിസന്ധി രൂക്ഷമാകുന്ന ഒരു തരത്തിലേക്ക്, ആ തരത്തിലുള്ള ഒരു ആശങ്കയിലേക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പൂജ, ലോകത്തിന് മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് കേന്ദ്രീകരിച്ചാണ്. ഈ കാണുന്നതാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിന്റെ 20% എണ്ണ വ്യാപാരവും നടന്നിരുന്ന ഒരു മേഖലയാണ് ഈ ഹോർമൂസ് കടലിടുക്ക് എന്ന് പറയുന്ന പ്രദേശം. പക്ഷേ ഇവിടെ നമുക്ക് ഈ മാപ്പിൽ നിന്ന് തന്നെ കാണാം, ഈ മേഖലകളിൽ കപ്പലുകളുടെ എണ്ണം വളരെ കുറവാണ്. 1-2 കപ്പലുകൾ മാത്രമാണ് ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നത്. അതേസമയം മറ്റു മേഖലകളിലെല്ലാം തന്നെ കപ്പലുകൾ സഞ്ചാരം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമായാൽ മാത്രമേ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ധനം ഉൾപ്പെടെയുള്ളവ എത്തുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാൻ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാട് തന്നെ പറയുന്നുണ്ട്. ഇറാൻ പറയുന്നു, ഒരു കാരണവശാലും മറ്റ് രാജ്യങ്ങളെ, അതായത് ശത്രു രാജ്യങ്ങൾക്ക് നേരെ മാത്രമാണ് ഹോർമൂസ് കടലിടുക്കിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ സൗഹൃദപരമായ നിലപാടെടുക്കുന്ന രാജ്യങ്ങളുമായി എന്തെങ്കിലും തരത്തിലുള്ള വിലക്കോ മറ്റു കാര്യങ്ങളോ ഇല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്, ഒരു കാരണവശാലും ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാൻ അല്ലെങ്കിൽ ഹോർമൂസ് കടലിടുക്കിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയാൻ ആരെയും അനുവദിക്കില്ല. ഇറാൻ അത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ അതിന് മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടി തേടുകയാണ് ട്രംപ്. അതിന് നമുക്കറിയാം, ചൈനയെ അമേരിക്ക എല്ലാ കാലത്തും ഒരു ശത്രുപക്ഷത്ത് നിർത്തിയിരുന്ന രാജ്യമാണ്. ചൈനയുടെ സഹായം പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തേടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് ഇതുവഴി ചൈനയുടെ കപ്പലുകളടക്കം കടന്നു പോകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാനിലെ പല മേഖലകളിലും ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് കനത്ത ആക്രമണമാണ് നടക്കുന്നത്. കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ച് ഇറാൻ പ്രത്യാക്രമണവും നടത്തുന്നുണ്ട്. പൂജ. ശരി, ജിജിൻ ജയ്പാലാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ട്രംപാണ് പറഞ്ഞത് ഹോർമൂസ് കടലിടുക്ക് പിടിച്ചെടുക്കും എന്നുള്ളൊരു കാര്യം. അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ചൈനയുടെ ഉൾപ്പെടെ സഹായം തേടിയിരിക്കുകയാണ്. അപ്പോൾ ശത്രു രാജ്യങ്ങളുടെ കപ്പൽ മാത്രമേ തടയൂ എന്നുള്ളതാണ് ഇറാൻ ഒരു വശത്ത് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം പോകുമ്പോൾ ആകെപ്പാടെ പ്രശ്നമാവുകയാണ്. ഇവിടെ തന്നെ നമ്മൾ അതിൻ്റെ ഫലങ്ങളൊക്കെ അനുഭവിക്കുകയാണ്. അങ്ങനെ ആ ഒരു സാഹചര്യം അത് മുറുകിക്കൊണ്ടേയിരിക്കുകയാണ്. യുദ്ധം അത് ഒരു അടുത്ത കാലത്തൊന്നും തന്നെ തീരില്ല, അല്ലെങ്കിൽ തീർക്കാൻ ഉദ്ദേശമില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഓരോ നടപടികളും പോകുന്നത്.